ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നമ്മളുടെ അഫർമേഷനും കാര്യങ്ങളും എല്ലാം എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം എനിക്ക് ഓരോ ദിവസവും ഒരു 2-3 വ്യക്തികളെങ്കിലും അതിനെക്കുറിച്ച് വിളിച്ച് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം അവരൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസിൽ തന്നെ കമൻറ്റ് ഇടുകയാണെങ്കിൽ കുറേയും കൂടി നിങ്ങൾക്കതൊരു പ്രചോദനമാകുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അവരെല്ലാവരും എന്നോട് നേരിട്ട് വാട്സപ്പിൽ വന്ന് പറയുമ്പം എനിക്കും അതിൽ വളരെ സന്തോഷമാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും, സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, അതുപോലെ തന്നെ മാനസിക ദുഃഖം, കുടുംബത്തിനകത്തുള്ള ഐക്യക്കുറവ്, ഇതിനെല്ലാം പരിഹാരമാണ് ഞാൻ നൽകുന്ന ഈ 2 അഫർമേഷനും. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കാരണം എന്നിലേക്ക് ആളുകൾ അത് പറയുന്നതിനാലാണ് ഞാൻ നിങ്ങൾക്കത് പങ്കുവെക്കുന്നത്. അതുപോലെ ചക്രാസ് മെഡിറ്റേഷനും റൂട്ട് ചക്രയും ഹാർട്ട് ചക്രയും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഫുൾ 7 ചക്രയും ചെയ്യുക എന്നത് നമുക്ക് അത്രത്തോളം പവർ ഉണ്ടെങ്കിൽ മാത്രം, മനസ്സിന് അത്രത്തോളം സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഓരോ ചക്രകൾ ആക്റ്റീവാക്കി എടുത്താലും മതി. ഫസ്റ്റ് നമ്മുടെ റൂട്ട് ചക്ര തന്നെ ആക്റ്റീവാക്കി എടുക്കുക. അതായത് സാമ്പത്തിക പ്രശ്നം, അതുപോലെ കരിയർ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു ബാഹ്യമായ കാര്യങ്ങളാണ് റൂട്ട് ചക്രയിലിരിക്കുന്നത്. അതായത് റൂട്ടിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾക്ക് സ്വാധിഷ്ഠാന ചക്ര നമ്മൾ വർക്കൗട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഭാര്യഭർത്തൃ ബന്ധത്തിനൊക്കെ നല്ല ശക്തിയും ദൃഢതയും സന്തോഷവും ആകർഷണവും ഒക്കെ നമ്മളിലേക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര നമ്മൾ വർക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാവരും, ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മളോടും വളരെയധികം സ്നേഹവും കരുണയും സാന്നിധ്യവും ഉണ്ടാകും. നമുക്ക് തിരിച്ചും നമ്മളോടൊപ്പം മുന്നോട്ട് പോകുന്ന എല്ലാ ജീവജാലങ്ങളോടും നമുക്കും തോന്നും കരുണയും സ്നേഹവും വാത്സല്യവും എല്ലാം. അപ്പം നമ്മൾ ആ ഓരോരോ ചക്രാസ് വെച്ച് നിങ്ങളൊന്ന് വർക്കൗട്ടാക്കി എടുത്താൽ മതി. 3 മിനിറ്റ് മതി കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. എനിക്ക് മനസ്സിലാവും. നമ്മൾക്ക് മാനസികമായും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ബുദ്ധിമുട്ട് ഒരുപാട് സംസാരിക്കുന്നില്ല. നമുക്കിന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ഇന്ന് മതി മറന്ന് നമ്മൾക്ക് സന്തോഷിക്കാം. അതായത് മതി മറന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഏതോ ഒരു ആഘോഷപരമായ കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിനും വളരെ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, നിർവൃതി അടയുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മൾക്ക്. ആ ഒരു സാഹചര്യത്തെ ഇന്ന് നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്ഷേത്ര ദർശനമായിരിക്കാം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ കുർബാന, നമുക്ക് ഏറ്റവും പ്രഷ്യസായ, മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങളിലുണ്ടാകും. പൂർണ്ണമായും നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരം മുഴുവനും വളരെയധികം സംതൃപ്തിയും സന്തോഷവും നേടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനപ്പുറം ഇന്ന് ഏതെങ്കിലും കേസ് സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ, ഒരു ഇമോഷണലി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇത്രയും നാളും തകർന്നിരുന്ന ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതായത് നല്ലൊരു ജസ്റ്റിസ്, നിങ്ങൾക്ക് അർഹമാകുന്ന നീതിയും സത്യസന്ധമായ നീതിയും നിങ്ങൾക്കിന്ന് ഈ പ്രകൃതി ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇമോഷണലി നിങ്ങളിന്ന് വളരെയധികം ഒരു പുതിയ ഒരു സന്തോഷം നേരിടുന്നു. അതായത് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഇനി ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാത്ത വിധം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. ആഗ്രഹിച്ച ജോലിയാകാം, നമ്മളുടെ ബിസിനസ് സംബന്ധമായ ഒരു സ്റ്റാർട്ടിങ് ആവാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു സാന്നിധ്യം ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് സംബന്ധമോ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഒരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിന്ന് കാലം അനുകൂലമാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്ന അവസ്ഥ, നിങ്ങളുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട അവസ്ഥ, ഇതെല്ലാം നിങ്ങളിൽ നിന്നും ഇന്നും മാറുക
കാണുകയാണ്. ഇന്ന് ഒരു മിറാക്കിൾ തന്നെ സംഭവിച്ചു എന്ന് പറയാം. എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും നല്ല മിറാക്കിൾസ് വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളെല്ലാവരും സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഒരിക്കലും ഡൗൺ ആവുകയോ നിരാശരാവുകയോ ചെയ്യാതെ മുന്നോട്ട് കുതിച്ചു പോകണം. നമുക്ക് കുറച്ച് നാളെ ഉള്ളൂ ലൈഫെങ്കിലും ആ ലൈഫിനെ നമ്മൾ വിജയിച്ച് കയറിപ്പോകണം. അവിടെയാണ് നമ്മളുടെ സോളിനും ഹാപ്പിനെസ്, നമ്മുടെ സൃഷ്ടാവിനും ഹാപ്പിനെസ് ഉണ്ടാകുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിരാശയെല്ലാം കളഞ്ഞേക്കുക. നിങ്ങൾക്കിന്ന് ഇമോഷണലി ഒരു ജസ്റ്റിസ് കിട്ടുന്ന ദിവസമാണ്. നിങ്ങൾക്കിടെ സത്യസന്ധമായ നിങ്ങളുടെ നീതിയുക്തമായ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ദിവസമാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രകൃതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഇമോഷണലി നിങ്ങൾ ഹാപ്പി ആവുന്നൊരു ദിവസമാണ്. കാരണം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരുന്ന ഒരു സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായൊരു ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ആഘോഷിച്ച് സന്തോഷിച്ച് ഊർജ്ജസ്വലമായി നിന്നൊരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തോ ഏതൊക്കെയോ നിങ്ങളുടെ നമ്മളോട് തന്നെ സഹകരിക്കുന്ന വ്യക്തികളുമായിട്ട് വലിയൊരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിങ്ങിൽ നിങ്ങൾ അത്രത്തോളം സന്തോഷിച്ചിരുന്നില്ല. നിങ്ങൾ ആ ഫൈറ്റിങ്ങിൽ വിജയിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണേലും നിങ്ങൾ ആ ഫൈറ്റിങ്ങിൽ വിജയിച്ചെങ്കിലും നിങ്ങൾ വീണ്ടും പിന്തിരിഞ്ഞ് നോക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആരെയാണോ തോൽപ്പിച്ചത്, നിങ്ങൾ വളരെ സന്തോഷവും സമാധാനവുമായിട്ട് ഇരുന്നിടത്തേക്ക് വന്നു കയറി ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൽ നിങ്ങൾ തന്നെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആത്മസംതൃപ്തി കൈക്കൊണ്ടിരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരോടൊക്കെയാണ് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തതും അവർ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് അവർ പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾക്കതിനകത്ത് യാതൊരു സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങളതെല്ലാം മറന്ന് പുതിയൊരു അന്തരീക്ഷം അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു. നിങ്ങൾ ആ ഒരു അവസ്ഥയെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അവരുമായിട്ട് ഇന്ന് സഹകരിക്കുവാണ്. നിങ്ങൾ ആരോടാണോ അകന്ന് നിന്നത്, ആരോടാണോ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തത്, ആരുമായിട്ടാണോ നമ്മൾക്ക് ഒരു ഇമോഷണലി ഒരു അകൽച്ചയുണ്ടായത്, അവരോട് ഇന്ന് നമ്മൾക്കൊരു പുതിയ ഒരു സ്നേഹം, ആ പഴയ ആ ഒരു സ്നേഹവും ഇഷ്ടവും വീണ്ടും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും ഒരു നൊസ്റ്റാൾജിയ കാർഡ് തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളെ ഇമോഷണലി തകർത്ത് കളഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെ സന്തോഷം സമാധാനവുമായിട്ട് പോയ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളെ ഇമോഷണലി തകർത്ത് കളഞ്ഞിരുന്നു. നിങ്ങൾ ഒരുപാട് പെയിനും ഒരുപാട് പ്രോബ്ലംസിനെ നേരിട്ടിരുന്നു ഇമോഷണലി ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ സാന്നിധ്യം. പക്ഷേ നിങ്ങൾ ആ ഒരു പെയിനെല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞു എങ്കിലും നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി സക്സസ് ആയി. നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കെ നിന്ന ടൈമിങ്ങിലും ഇപ്പോൾ നിങ്ങളിൽ ഇന്ന് ആ ഒരു പഴയ ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വളരെയധികം പ്രഷ്യസായിട്ട് സ്നേഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്നുമുണ്ടായ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഒരു ഓർമ്മ വീണ്ടും നിങ്ങൾക്ക് ഒരു നിരാശയിലേക്ക് വരുന്നു. കുറേ ആളുകൾക്ക് ഇന്നൊരു സൺറൈസിങ് ആണ് കേട്ടോ. അവിടെയും ഇന്ന് ഇമോഷനാണ് കേട്ടോ. ഇന്ന് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ലയൺ ഗേറ്റ് പോർട്ടലിൻ്റെ ഒരു അവസാനം കഴിയേണ്ട സമയമല്ലേ. ഒരുപാട് പേർക്ക് കുറേ മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് വീണ്ടും ഓർമ്മകൾ വരുന്നത്, ദുഃഖങ്ങൾ, അങ്ങനെ കുറേ പേർക്ക് ഇമോഷണലി ഇതേ സൺറൈസിങ് നിങ്ങളത് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞ കാര്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ സമൃദ്ധിയോടുകൂടി ഒത്തുകൂടുന്നതായിട്ട് കാണിക്കുന്നു. സൺറൈസിങ് ആണ്. വളരെ വിജയം കൈവരിച്ചു നിങ്ങൾ ഏതൊക്കെയോ സാഹചര്യത്തിൽ സാമ്പത്തികമായ ഇടപാടുകളിലാണെങ്കിലും ഇമോഷണലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ ഇന്ന് എന്തായി തീർന്നിരിക്കുന്നു, നിങ്ങൾ വളരെ അധികം സൺറൈസിങ് വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് കുറേ വ്യക്തികൾക്ക് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ച് സക്സസ് ആവുമെന്ന് വിചാരിച്ച ഏതോ ഒരു സാഹചര്യം, അത് ബിസിനസ് ആവാം, ജോബ് ആവാം, നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും വർക്കാവാം, അതിങ്ങനെ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു വെച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് ഇന്ന് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ആ ഹാർഡ് വർക്ക് ചെയ്തോ, നിങ്ങൾക്കതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക.
10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല അബണ്ടൻസോടും സമൃദ്ധിയോടും കൂടി നല്ല ആജ്ഞാശക്തിയോടു കൂടി മുന്നോട്ട് പോയ കുറേ വ്യക്തികളുണ്ട്. സാമ്പത്തികമായിട്ടൊന്നും നിങ്ങൾക്ക് യാതൊരു തകർച്ചയോ ഒന്നുമില്ലാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആജ്ഞയിൽ നിൽക്കുന്ന, നിങ്ങളുടെ വാക്കിന് വിലയുള്ള, നിങ്ങൾക്ക് എന്ത് തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മുന്നോട്ട് കുതിച്ചു പൊയ്ക്കൊണ്ടിരുന്നെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ ചതിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ചിരുന്നു. അതിൽ നിങ്ങളൊരു വിക്റ്റിമായി. കുറച്ച് നാൾ നിങ്ങൾ വളരെയധികം അപ്രതീക്ഷിതമായ ഒരു ഷോക്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. സാമ്പത്തികമായതും കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം മാനസികമായും വിഷമം അനുഭവിച്ചു. നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല നിങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ ഇന്ന് നിങ്ങളോടൊപ്പം അവരുടെ എല്ലാം പോസിറ്റീവായ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പിനെസ്സാണ്. 10 ഓഫ് കപ്സ് ആണ്. നമ്മുടെ ജോബിലാണെങ്കിലും എല്ലാവരോടും ഒത്തുചേരാനും അതുപോലെ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് നേരിടാൻ നിങ്ങളോടൊപ്പം എന്തുണ്ട്, നിങ്ങളുടെ കൂടെ ഇനി ആളുകൾ ഉണ്ടെന്നാണ് നമുക്ക് ഒരു യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നിങ്ങളോടൊപ്പം ആളുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്കിനി മുന്നോട്ട് കുതിക്കാം. അതുപോലെ നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും എല്ലാം വളരെയധികം നിങ്ങളോട് കണക്റ്റഡ് ആയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിനി ഏത് പ്രതിസന്ധിയെയും ഒറ്റയ്ക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് സോഴ്സ്, നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിലും കുറേ വ്യക്തികൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നു. ആ ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ആ ഉൾവലിഞ്ഞ് നിൽക്കാനുള്ള കാരണം, അല്ലാതെ ഒരുപാട് ആലോചിക്കുന്നു, മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്നെസ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങളിൽ, ചിലപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ആവാം, അതല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്തു വെച്ച ഒരു കാര്യം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോടത് ഷെയർ ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഭയങ്കര നിരാശയും നഷ്ടവും നിങ്ങളുടെ ഉറക്കം വരെ കെടുത്തുന്ന വിധത്തിലെ വളരെയധികം ട്രാജഡി നേരിടേണ്ട വന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അത് സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് ബർഡൻ ചുമക്കേണ്ട വന്നു. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ 9 ഓഫ് പെൻഡിക്കിൾസിലേക്ക് പോവുകയാണ്. സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇനി നിങ്ങൾക്ക് പോകുന്നത്. നിങ്ങൾക്കിനി തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ള കോൺഫ്ലിക്റ്റും വഴക്കും പ്രശ്നങ്ങളും എല്ലാം കളയുക. കാരണം പുറത്തേക്കൊക്കെ വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മുടങ്ങിയതിൻ്റെ പേരിൽ നമ്മളുടെ ഫാമിലി ആയിട്ടൊക്കെ വർത്തമാനവും തർക്കവും ഒക്കെ നടന്നവരുണ്ട്. അതെല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയി കഴിഞ്ഞു. മുന്നോട്ട് പൊക്കോളുക എന്നാണ് പറയുന്നത്. ലവേഴ്സാണ്. ഇനി നിങ്ങൾക്ക് സന്തോഷമാണ്, സമൃദ്ധിയാണ്. കാരണം നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങൾ വളരെ ബാലൻസോടുകൂടി ചേർത്ത് പിടിച്ച ഒരു കാര്യം, ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോയിരുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് ആകർഷണീയമായും കടന്നു പോയിരുന്നു. നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെ ഡെത്താക്കി. ഇനി നിങ്ങൾ വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനിച്ചിട്ടാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി കടന്നുപോയത്. പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് സ്ട്രെങ്തോടുകൂടി, ഇനി പൂർണ്ണതയോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞേക്കുക എന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. പിന്നെ നമുക്ക് 3 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി, അതായത് നിങ്ങൾ മുൻപും പിൻപും നോക്കാതെ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി, നിങ്ങളുടെ സർവ്വ സ്കിൽസും ഉപയോഗിച്ച് നിങ്ങളൊരു വിജയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം മാറ്റി നിർത്തി നിങ്ങൾ ആ വ്യക്തിയോടൊത്ത് ജീവിക്കാനോ അവരോടൊത്ത് മുന്നോട്ട് പോകാനോ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി, മുൻപും പിൻപും നോക്കാത്തതിൻ്റെ ഫലമായിട്ട് ഒരു ഭയങ്കരം ഹാർട്ട് ബ്രേക്കിംഗ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുകയാണ്. ആ ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്കിനി സക്സസ് ആണ്. ആലോചിച്ച്
വ്യക്തതയോടുകൂടി തീരുമാനമെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സാമ്പത്തികമായും സഹായിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം, നിങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരും നൽകുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്ന വ്യക്തികളാണ്. അതായത് ഏസ് ഓഫ് പെൻഡിക്കിൾസ്. ഇനി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ധനം വന്ന് ചേരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ മെസ്സേജ് നൽകുന്നത്. നിങ്ങൾ വാരി കൊടുത്തിരുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ആരും തരാതെ നിങ്ങൾ അങ്ങോട്ട് തന്നെ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി നിങ്ങളിലേക്ക് വരുന്നു ധനം എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ദ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ദ മൂണാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും സ്റ്റക്ക് ആവരുത്. നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. നിങ്ങൾ നല്ല ബുദ്ധിയും വിവരവും ശക്തിയും ഉള്ളവരാണ്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ശരിക്കും എന്താവുക? മെഡിറ്റേഷൻ. ദ മൂണിൻ്റെ മറ്റൊരു മീനിങ്സ് മെഡിറ്റേഷൻ. അതായത് ചക്രാസുകൾ നമ്മൾ ആക്റ്റീവാക്കി എടുക്കുക. നിങ്ങളിലുള്ള ഒരു നെഗറ്റിവിറ്റീനെ എല്ലാം നിങ്ങളിൽ നിന്നും അകറ്റിക്കളയുക. നിങ്ങൾ ഒരു സ്ഥലത്തും സ്റ്റക്കാവാതിരിക്കുക, ഒന്നിനെയും ഭയക്കാതിരിക്കുക. നിങ്ങൾ മുന്നോട്ട് കുതിച്ചുയരുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നമുക്ക് നമ്മുടെ യൂണിക്കോൺ എന്താണ് മെസ്സേജ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഫെദറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കായുള്ള സന്ദേശം ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ദൃഷ്ടാന്തം നോക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഉടനെ ഒരു മിറാക്കിൾ, ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിഗ്നിറ്റി, അന്തസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ തല നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിക്കോൺ നിങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് നിങ്ങൾ അറിയുക. മറ്റുള്ളവരെ സഹായിക്കുന്നവരെ യൂണിക്കോൺ മാന്യതയോടെയാണ് കാണുന്നത്. യൂണിവേഴ്സിനോട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുക. അവർ നിങ്ങൾക്കത് നടപ്പിലാക്കാനുള്ള ശക്തിയും ശാന്തതയും ഗുണങ്ങളും നൽകും. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരും. അപ്പോൾ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തല കുനിച്ചും ഒരു സ്ഥലത്ത് ഒളിച്ചും നിരാശരായിട്ട് ഒന്നും ഇരിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറം അബണ്ടൻസ് ഉണ്ട്. ഒരു വ്യക്തിയിലും നിങ്ങൾ അഡിക്റ്റഡ് ആവണ്ട, ഒരു കാര്യത്തിലും നിങ്ങൾ സ്റ്റക്ക് ആവണ്ട, ഒരു ബ്ലോക്കേജും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവരുത്. നിങ്ങൾ മുന്നോട്ട് കുതിച്ചോളുക. നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട്. നമ്മൾക്കൊരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ വിജയിച്ചല്ല നിൽക്കുന്ന, പരാജയപ്പെട്ടിട്ട് വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും വിജയിച്ച് നിൽക്കുന്നവനോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വിജയിക്കുന്നവനോ ഒരിക്കലും വിജയിയല്ല. പരാജയപ്പെടുന്നിടത്തുനിന്ന് വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് മനസ്സിലാക്കി ഏത് സാഹചര്യത്തെയും, ഏത് വ്യക്തിയെയാണെങ്കിലും ഏതൊരു സാഹചര്യത്തെയാണോ അതിനെയെല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അഫർമേഷൻസുകളെല്ലാം നമ്മൾ വളരെ വ്യക്തമായും ചെയ്യണം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാമ്പത്തികമായും പ്രശ്നമുള്ള നിങ്ങൾ നമ്മുടെ ആ ഒരു അഫർമേഷൻ, അത് ആ ഹോപ്പനപ്പനോട് ആ മണിയുടെ അഫർമേഷൻ ചെയ്യണം. അതിനകത്ത് മൈ ഡിയർ മണി, മൈ ഡിയർ യൂണിവേഴ്സ്. നമുക്ക് യൂണിവേഴ്സ് ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഊർജം നൽകുന്നത് യൂണിവേഴ്സിൽ നിന്നാണ്. ഊർജം നമ്മൾക്ക് കിട്ടുന്നത് അതായത് പ്രകൃതിയിൽ നിന്നുമാണ്. ആ പ്രകൃതിയോട് നന്ദി പറഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ. സാമ്പത്തിക പ്രശ്നമുള്ളവർ 100% ഇത് നമ്മളെപ്പോഴും ചൊല്ലിക്കോണം. ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മളത് ചൊല്ലിയാൽ നമ്മളുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉണരുന്നത് വരെ അത് ചൊല്ലിക്കോളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് യാതൊരുവിധ റിസ്ക്കുമില്ല. മൈ ഡിയർ മണി, മൈ ഡിയർ യൂണിവേഴ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് വളരെ വ്യക്തമായിട്ട് ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഏറ്റവും നല്ല ഷവറിങ് ടൈം, അതായത് നമ്മൾ ബാത്തിങ് ടൈമിൽ ശരിക്കും പാട്ടുപാടി വേണം നമ്മൾ കുളിക്കാനെന്നാണ് നമ്മുടെ പൂർവികർ പറയുന്നത്. അവർ മന്ത്രം ചൊല്ലിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. കുളിക്കുക എന്നത്
ഏറ്റവും ശുദ്ധമായ ഒരു പ്രവൃത്തിയാണ് നമ്മളിൽ വരുന്നത്. പണ്ട് കാലത്ത് അവർ മന്ത്രം ചൊല്ലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ നമ്മളൊരു പാട്ടുപാടി ഇന്നത് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിക്ക് വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഫർമേഷൻ പറഞ്ഞത് ചെയ്യുക. 100% ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഓരോ ദിവസവും എനിക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അത് മതി നമ്മളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, വളരെ സംതൃപ്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ വരാഹി ദേവി നിദ്രാദേവതയാണ്. നിദ്രാദേവതയുടെ മന്ത്രം നിങ്ങൾക്ക് ഓം വജ്രകോശം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ചൊല്ലാം. പക്ഷേ മറ്റേ മന്ത്രം നിങ്ങൾ വൈകുന്നേരം ഒരു 21 വട്ടമോ വേണ്ട ഒരു 3 എണ്ണം ചൊല്ലിയാൽ മതി. എങ്ങനെ? മനസ്സിൽ തട്ടി ഓം ക്രീം യോഹിണി യോഗഭയങ്കരി വരാഹി ദേവി നമഃ. അമ്മയുടെ ആ മന്ത്രം നിങ്ങൾ മനസ്സിൽ തട്ടി ചൊല്ലിക്കോ. നിങ്ങളുടെ ജോലി തടസ്സം, സാമ്പത്തികമായ പ്രശ്നം, നമ്മൾക്ക് എന്താണോ ഉള്ളത് അതൊന്ന് മനസ്സിൽ അമ്മേ വരാഹി ദേവി എൻ്റെ പ്രോബ്ലം ഇതാണ് കേട്ടോ അമ്മേ, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം അങ്ങ് ചൊല്ലിക്കൂ. നിങ്ങൾക്ക് 90 ദിവസമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ചൊല്ലി തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ട് തന്നെ അതിൻ്റെ ഫലം കിട്ടുന്നു എന്ന് പറയുമ്പം എനിക്കതിനകത്ത് ഭയങ്കരമായ സന്തോഷമാണുള്ളത്. എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടാകട്ടെ. കുട്ടികളൊക്കെ പഠിത്തക്കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ പുസ്തകം തുറക്കുന്ന ടൈമിൽ ഈ ഒരു മന്ത്രം ഒരു 3 പ്രാവശ്യം ഒന്ന് ഉരുവിട്ടിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല. നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പം അമ്മയുടെ ആ ഓം വജ്രകോശം ചൊല്ലിയൊന്ന് ആ സ്ഥാപനത്തിൽ കയറുക, ആ മന്ത്രം ചൊല്ലുക. നമുക്ക് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്കുടെ മനസ്സിനൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ ഏത് കാര്യം, ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് നമ്മൾ വിശ്വാസത്തോട് കുടിച്ചാൽ അതും മരുന്നാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് വിശ്വാസം വേണം. ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അവരൊന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ ഓക്കെ ആവുക. അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്, ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരുപാട് ടൈമായി, ക്ഷമിക്കണം എന്നോട്. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.